റേസിൻ്റെ ടയേഴ്സാണ് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കണേ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നമ്മുടെ എക്സ്പൾസിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്യണേ. അത് കേൾക്കുന്നുണ്ടോ? യെസ്, വാട്ട്സ് ഹാപ്പനിങ് പീപ്പിൾ, ദിസ് കൊച്ചി മച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ യെസ്, അങ്ങനെ നമ്മൾ എക്സ്പൾസിൽ ചെറിയ രീതിയിൽ ഒരു റാലി കിറ്റ് ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ ഹൈറ്റ് കാണുന്നത്. റാലി സീറ്റിംഗ് കയറ്റിയിട്ടുണ്ട്. ദിസ് ഈസ് ഫ്രം വെൻഡേറ്റ ദ പ്രൊജക്റ്റ്. അപ്പോൾ അതിലവർ ഒരു ഹണികോം സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു കാർബൺ ഫൈബർ ടെക്സ്റ്റൈലിൽ റാലി എന്നൊക്കെ എഴുതിയിട്ട് ഒരു സീറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. നല്ല ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഇതൊരു ഓൾഡ് സസ്പെൻഷനാണ്, അതായത് ഫസ്റ്റ് റാലി കിറ്റാണ്. അതുകൊണ്ട് ഈ റീബൗണ്ട് ലെഫ്റ്റിലും കംപ്രഷൻ റൈറ്റിലും ആയിരിക്കും. പുതിയതിന് തിരിച്ചാണ്, റീബൗണ്ട് റൈറ്റിലും കംപ്രഷൻ ലെഫ്റ്റിലുമാണ്. അപ്പോൾ ഇത് ഓൾഡ് സസ്പെൻഷനാണ്. റിയർ സസ്പെൻഷനും മാറിയിട്ടുണ്ട്. റിയറിൽ സോഫ്റ്റ് ആക്കാൻ പറ്റും. കുറേ പേർക്ക് അറിയാത്ത കാര്യമാണ്, റാലി കിറ്റിലെ റിയർ സസ്പെൻഷൻ്റെ കംപ്രഷൻ റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ സൈഡിലുള്ള എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് മൊത്തത്തിൽ ഊരി വെച്ചാലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പഴയ ഒരു സസ്പെൻഷൻ ആയതുകൊണ്ട് അത് കുറച്ച് തുരുമ്പൊക്കെ ഉണ്ട്. പ്രീലോഡ് നമ്മൾ സെൻറ്ററിലാണ് ഇട്ടിരിക്കുന്നത്. ആൻഡ് യെസ്, അത്രേ ഉള്ളൂ. ബാക്കിലത്തെ ആ ടോപ്പ് ബോക്സും കാര്യങ്ങളുടെ ആ ഒരു പ്ലേറ്റൊക്കെ എടുത്ത് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് വേറൊരു കാര്യം ചെയ്തിരിക്കണം, ഈ ഒരു മിററാണ്. ഡബിൾ ടേക്ക് മിറർ എന്ന് പറയും. അതായത് ഇതിപ്പോൾ വീണാലും ഉണ്ടല്ലോ, കണ്ടോ, ഇവിടെ നിന്നും പല സ്ഥലത്തുനിന്ന് ഇതിങ്ങനെ ബെൻഡാവും. അപ്പോൾ ഇത് കുറേ പേര് പറയാറുണ്ട് ഇത് കുറേ കഴിയുമ്പോൾ ലൂസാവുന്നു. ഒന്നുമില്ല, ഒരു സാൻഡ് പേപ്പർ എടുക്കുക. സാൻഡ് പേപ്പർ എടുത്തിട്ട് ഈ ബോൾ ജോയിൻ്റ് ഉണ്ടല്ലോ, ആ ബോൾ ജോയിൻറ്റ് നല്ലോണം വരയ്ക്കുക. കുറേ സ്ക്രാച്ചസ് കൊണ്ടുവരും. അപ്പോൾ അത് കൂടുതൽ ഗ്രിപ്പ് കിട്ടും അതിന് പിടിച്ചിരിക്കാൻ. ഓക്കെ, ഷോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സ്പൾസിൽ പുതിയതായിട്ട് ചെയ്തേക്കണ. ടയർ, റേസിൻ്റെ ടയർ സ്റ്റിൽ ഗോയിങ് ഗ്രേറ്റ്. ഇപ്പോൾ റാലി സസ്പെൻഷൻ കയറ്റിയപ്പോഴത്തേക്കും നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഭയങ്കര ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇപ്പോൾ. അതുകൊണ്ട് ഹൈറ്റ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 890 ഉണ്ട്. ഞാൻ കയറിയിരിക്കുന്നത് വളരെ വിറ്റാണ്. അമ്മച്ചേ, ജീൻസും കൂടി ഇട്ടാൽ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ ഒരു സൈഡ് മൊത്തം കാലിങ്ങനെ എടുത്തിട്ട് ആണ് ഈ സൈഡ് മൊത്തം കാല് കുത്താൻ പറ്റണേ. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ വണ്ടി ചെയ്തിരിക്കുന്നത്. ഫോഗ് ലാംപ്സ് ആർ സ്റ്റിൽ ദെയർ. ഇത് പുതിയ എക്സ്പൾസിൻ്റെ വൈസർ നമ്മൾ കേട്ടിട്ടുണ്ടായി. ഇത്രയും സാധനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെസ്റ്റ് ഓൾ സ്റ്റോക്ക് തന്നെയാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ റാലി സസ്പെൻഷൻ കയറ്റി, റാലി സീറ്റിംഗ് കയറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. ഞാനിതിൽ നമ്മുടെ മോട്രെക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഓയിൽ ഒഴിക്കാനും പിന്നെ ക്വിക്ക് ത്രോട്ടിൽ ഈ സ്വിച്ച് മാറ്റിയിട്ട് സിംഗിൾ സ്വിച്ച് ആക്കണം. പിന്നെ പറ്റിയ ഒരു ഹാൻഡ് ഗാർഡ്, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് മതി എന്ന് വിചാരിക്കുന്നു. പറ്റിയൊരു ഹാൻഡ് ഗാർഡും കൂടെ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. അതാണ് നമ്മുടെ എക്സ്പൾസ്. സ്റ്റാൻഡ് ഇടാനൊക്കെ കുഴപ്പമൊന്നുമില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോകണം. ഇത്രയും ടൈറ്റ് ജീൻസൊക്കെ ഇട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നമുക്ക് ഓടിക്കാൻ. അല്ലെങ്കിൽ വണ്ടി ഭയങ്കര ഓക്കെയാണ്, ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു റാലി സസ്പെൻഷൻ കയറ്റണമെന്ന്. ആ ഒരു റെഡിൽ റാലിയുടെ ലുക്ക് വേറെ അടിപൊളിയാട്ടോ, നല്ല രസമാണ്. സോ ദിസ് ഈസ് പറയാമല്ലേ മോഡിഫിക്കേഷൻ പാർട്ട് 3-4 സംതിങ് എന്നൊക്കെ പറയാം. ഇപ്പോഴും തിളങ്ങിയിരിക്കാൻ കാര്യം PPF ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും നല്ല അടിപൊളിയായിട്ട് വേണുണ്ട്. ഇതിൻ്റെ മേളിലാണ് ഈ സ്ക്രാച്ചസ് എല്ലാം വന്നിരിക്കുന്നത്. ബാക്കി അപ്പോൾ നമുക്ക് വിടാം നേരെ നമ്മുടെ LRL മോട്ടോഴ്സിലേക്ക്. ഇതിൽ കയറാൻ ഞാനൊരു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ സൈക്കിളിലൊക്കെ കയറൂലേ, കാലെത്താത്ത സൈക്കിളിൽ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരുന്നത്, അതുപോലെ ഞാൻ കയറാൻ പഠിക്കുകയാണ്. താഴെ വീഴുണ്ടോ, വേണേൽ താഴെ വീഴാമെന്നേ ഉള്ളൂ. ബട്ട് ഫസ്റ്റ് ഗിയർ ചെറുതായിട്ടൊന്ന് ത്രോട്ടിൽ ഉണ്ടോ, ഇങ്ങനെ ചാടി അങ്ങ് കയറുക. അതായത് ഹൈറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഞാനിങ്ങനെയാണ് വണ്ടിയിൽ കയറണത്. എന്തോരം ഡിഫൻഡറാണെന്നറിയാൻ പറയണേ. താറ് ഇറങ്ങണ പോലെയാണ് ഡിഫൻഡർ ഇപ്പോൾ ഇറങ്ങണ കേട്ടോ. ചേച്ചി ഒന്ന് വേഗം പോയിരുന്നെങ്കിൽ. അയ്യോ, ഇതൊക്കെയാണ് ടാസ്ക് കേട്ടോ. നിങ്ങളുടെ വണ്ടിക്ക് ഒരു ഡുവൽ പർപ്പസ് ടയർ നോക്കണ്ടോ? എന്നാൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോണത് റേസിൻ്റെ ട്രെയിലർ ടയേഴ്സ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് പറയാൻ പോയാൽ ഇതിന് ക്രോസ് ഓവർ ബ്ലോക്സ് ആണ് കൊടുത്തേക്കണേ. അത് കാരണം ഓൺ പോയിന്റ് ബ്രേക്കിംഗ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോണത്. ഭയങ്കര വലിയ ത്രെഡ് പാറ്റേൺ ആയതുകൊണ്ട് ഇത് എല്ലാ സർഫസിലും നല്ല രീതിയിൽ ഗ്രിപ്പ് നമുക്ക് തരും. അതുകൂടാണ്ട് ഇതിൽ 50-50 റബ്ബർ വോയിഡ് റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൾ വെതറിൽ നല്ല രീതിയിൽ പെർഫോമും ചെയ്യും. ഹൈഡ്രോ പ്ലെയിനിങ് എഫക്റ്റ് ഒക്കെ നല്ല രീതിയിൽ കുറവായിരിക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ 42 months അൺകണ്ടീഷണൽ വാറണ്ടിയും 6 years ആണ് സ്റ്റാൻഡേർഡ് വാറണ്ടിയും കൊടുക്കണേ. ഓൾമോസ്റ്റ് എല്ലാ മോഡൽസിനും ഈ ഒരു ടയേഴ്സ് അവൈലബിൾ ആണ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ അങ്ങനെയാണ് ഞാൻ വണ്ടിയിൽ കയറുന്നത്. അങ്ങനെയാണ് ഞാനിപ്പോൾ എക്സ്പൾസിൽ പയ്യെ നമുക്ക് ഈസി ആട്ടോ. അങ്ങനെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ വിചാരിച്ച അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് റാലി ആണെങ്കിലും. പക്ഷേ റാലി കയറ്റിയ പിന്നെ ഉണ്ടല്ലോ, ചെറിയ ജമ്പ് എടുക്കുമ്പോൾ എന്താ പറയുക, പിന്നെ ചെറിയ പോത്ത് ഹോൾസൊന്നും ഒന്നും അറിയില്ല കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും കൂടെ കൊണ്ടുപോകാം. ആൻഡ് ഏതൊരു ഓഫ് റോഡും നമുക്ക് ഒരു വിഷയമില്ലാണ്ട് നമുക്ക് തുള്ളിച്ചാടി വണ്ടീനെ കൊണ്ട് എടുത്തിട്ട് പോവാം.
അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഞാൻ റൈഡ് പോയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഇത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണാൻ പോണേ. റാലി സീറ്റ് ഇല്ല, അപ്പോൾ നോർമൽ സീറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ റാലി സീറ്റ് കയറ്റിയപ്പോഴത്തേക്കും റാലി സീറ്റുമായിട്ട് നമ്മൾ ഒരു റൈഡ് പോണ ഒരു വീഡിയോ അതിൽ സെറ്റായിട്ടുണ്ട്. അത് ഞാൻ ഉടനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ പോണ എടപ്പള്ളിയിലുള്ള എല്ലാവരിലേക്കാണ്. അവിടെയാണ് നമ്മുടെ മോട്ടറെക്സിൻ്റെ ഓയിൽ. കുറേ പേര് റെക്കമെൻഡ് ചെയ്തു മോട്ടറെക്സിൻ്റെ ഓയിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന പ്രാവശ്യം മോട്ടറെക്സ് ട്രൈ ചെയ്യാം, മോട്ടറെക്സിലേക്ക് മാറാം. എന്താണെന്ന് നമുക്കൊരു ഫീഡ്ബാക്ക് നോക്കാം. മോട്ടറെക്സിൻ്റെ മോജോയിൽ വെച്ചിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മോട്ടറെക്സ് നല്ല കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഹീറ്റിംഗ് നല്ല രീതിയിൽ കുറവുണ്ട്. അത് കൂടാണ്ട് ഓവറോൾ ഒരു നല്ലൊരു പെർഫോമൻസ് ആണ് കേട്ടോ ഈ മോട്ടറെക്സ് എന്ന് പറഞ്ഞ ഓയിലിൽ നിന്ന് എനിക്ക് കിട്ടിയത്. നമുക്കും മോട്ടറെക്സ് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇതിലിരുന്ന് ഓടിക്കുമ്പോൾ ഉണ്ടല്ല, ഞാൻ പണ്ടത്തെ ഒരു ഫേമസ് ആയിട്ട് ഞാൻ ഏറി കയറിയ ഒരു വണ്ടിയുടെ ഡയലറി, അയ്യേ സ്പ്ലെൻഡർ അയ്യേ എൻ്റെ പോലെ. അതൊന്നും അല്ലട്ടത്, എനിക്ക് ആ ജിമ്നിയുടെ ടോപ്പ് കാണാൻ പറ്റും കേട്ടോ. എനിക്ക് ഇവിടെ ഇരുന്ന് പക്ക ജിമ്മിയുടെ ആ ടോപ്പ് കാണാം. ജിമ്മിനി അത്രയും ചെറിയ വണ്ടിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഓൾമോസ്റ്റ് മിക്ക വണ്ടിയുടെയും എനിക്ക് ടോപ്പ് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ വൈസറിൻ്റെ ഒന്നും ഒരു ഗുണമില്ല, റാലിറ്റും കൂടെ വെച്ചാൽ. നമ്മളിപ്പോൾ ഏകദേശം ടാങ്കിൻ്റെ ലെവലിലായിരിക്കണം. അപ്പോൾ ഒന്നും വല്ല കാറ്റും നല്ല മേത്തോട്ടടിയും. അപ്പോൾ കുറച്ച് ജാക്കറ്റൊക്കെ ഇട്ട് ഓടിക്കുന്നവർക്ക് കുറച്ചും കൂടെ രസമായിരിക്കും റാലി സീറ്റ്. കാര്യം നല്ല കാറ്റുണ്ട്, ചൂടെടുക്കില്ല, നല്ല ബ്രീതബിലിറ്റി ഉണ്ട്. എനിക്കത് കുറച്ച് സമാധാനമുണ്ട് കേട്ടോ. ഈ വെയിലത്തൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് നമ്മളാകെ ഇല്ലാണ്ടായിപ്പോവും. ഇതാണ് ഭയങ്കരമായിട്ട് ബാലൻസിങ് ഞാൻ പഠിച്ചു ഈ റാലി കിറ്റ് കയറ്റിയപ്പോഴത്തേക്കും. കാര്യം കാല് കുത്താണ്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ മാറി. ആ 6 ലൈൻ വന്നുകൊണ്ട് ഇവിടെയൊക്കെ ഫുൾ പണി നടക്കണതാണ്. റോഡൊക്കെ വീതി കൂട്ടി, സർവീസ് റോഡിൻ്റെ വീതി കൂട്ടി, ചെറിയ മതിലൊക്കെ കെട്ടി. അതാണ് വരാൻ പോണ ഒരു 6 ലൈൻ റോഡിൻ്റെ ആ ഒരു ലെങ്ത്ത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബ്ലോക്കിൻ്റെ അവസ്ഥ കേട്ടോ. ഇവിടെ എനിക്ക് തന്നെ വൈകിട്ടൊക്കെ നല്ല ബ്ലോക്കാണ്. ഇന്ന് ഫ്രൈഡേയും കൂടെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങോട്ടേക്ക് എങ്ങനെ പോവാ? പെട്ട് പെട്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാക്കിയല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാറൽ മോട്ടോഴ്സ്. ലെറ്റ്സ് വെയിറ്റ്. അപ്പോൾ നമ്മൾ ഒഴിക്കാൻ പോണത് ഇതാണ് 10W40 ആണ്. നമ്മൾ മോട്ടറെക്സിൻ്റെ ഓയിലാണ് ഇതിൽ ഒഴിക്കാൻ പോണത്. പിന്നെ അത് കൂടാണ്ട് ഒരു ക്വിക്ക് ത്രോട്ടിൽ പറ്റുന്നുണ്ട്. ഡോമിനോയുടെ കോപ്പിയാണ്. അത് 950 റുപ്പീസ് ഉണ്ട്. അത് കൂടാണ്ട് ഈ ഒരു സ്വിച്ചും വെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഫോഗ് ലാമിനേജ് 2 സ്വിച്ചാണ് വെച്ചത്. ഇത് സിംഗിൾ സ്വിച്ചാക്കി നമുക്ക് മാറ്റാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നമ്മുടെ എക്സ്പൾസിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ ഓരോരോ പവർ അപ്ഗ്രേഡ്സ് ആയിട്ട് നമ്മുടെ ഫിൽറ്റർ, ഫ്യൂലെക്സ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാകും. ഉടനെ അടുത്ത വീഡിയോ ഇടണം. അപ്പോൾ നമുക്ക് ഓയിൽ മാറാം. ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു എക്സ്പൾസ് ഇവിടെ പണിതിട്ടുണ്ട്. ഇത് BS3 വണ്ടിയാണ്, അത് കാർബറേറ്റർ വണ്ടിയാണ്. BS3 അല്ല BS4 കാർബറേറ്റർ വണ്ടിയാണ്. ഇതിൻ്റെ വീൽസ് മാറിയിട്ടുണ്ട്, ഫ്രണ്ടും ചെറിയ വീൽസ് ആക്കിയിട്ടുണ്ട്. റേസിൻ്റെ ടയേഴ്സാണ് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കണത്. സൂപ്പർ മോട്ടോ ഒരു മോഡലാണ് ഇത് സെറ്റ് ചെയ്തേക്കണത്. പിന്നെ ഉമാ റേസിങ്ങിൻ്റെ കാർബറേറ്റർ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഉമാ റേസിങ്ങിൻ്റെ കാർബറേറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ നൂറിഫോമിയുടെ എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട്. ടെയിലൊക്കെ കുറച്ചും കൂടി ലെങ്ത്തുള്ള ടെയിലൊക്കെ ആക്കി അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഓടിക്കണമെന്നുണ്ട്, പക്ഷേ നല്ല ബ്ലോക്ക് ഉണ്ടെന്ന്. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. മോനെ സീനാണ്. ഓ എന്ത് സ്മൂത്താ. ഇട്ട് വരാം. നമുക്ക് സർവീസ് റോഡ് ഓടിച്ചിട്ട് വരാം അല്ലേ, ഹൈവേയിലേക്ക് പോകണ്ട. ഓ എന്താ റെസ്പോൺസ്, ഒരു രക്ഷയില്ലാത്ത റെസ്പോൺസ് ആട്ടോ. സീൻ. ചെറിയ റൗണ്ട് എടുക്കാനുള്ളൂ, വണ്ടിക്ക് മിററൊന്നുമില്ല. അവിടെ അവർ പണിതുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ചെറിയൊരു റൗണ്ട് സർവീസ് റോഡ് എടുക്കാമെന്ന് വിചാരിച്ചു. കൊള്ളാം. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ കൈ കൊടുത്ത് കാണിച്ചു കേട്ടോ പെർഫോമൻസ്. സീൻ പെർഫോമൻസ് കേട്ടോ. നമുക്ക് ഈ ക്വിക്ക് ത്രോട്ടിൽ നമ്മൾ കയറ്റാൻ പോകുന്നുണ്ട്.
അത് നമുക്ക് കയറ്റാൻ കൊണ്ടിട്ട് നല്ല ഓടിക്കുക, നല്ല ഭയങ്കര സ്മൂത്ത് ഇട്ടോ വണ്ടി. F5-നെക്കാട്ടും സ്മൂത്തായിട്ട് തോന്നി, ഭയങ്കര രസമുണ്ടായി. കാർബാണ്, ഫ്യൂൽ ഓഫ് ചെയ്തേക്കാം. കൊള്ളാം, ടയേഴ്സൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട്. ഒരു സൂപ്പർ മോട്ടോ മോഡിൽ ആക്കിയെടുത്തത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പരിപാടിയിലേക്ക് പോവാം. അടിപൊളിയായിട്ട് നല്ല ക്ലീനായിട്ട് ചെയ്തേക്കണേ എല്ലാ വയറിങ്ങും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ചുറ്റി അതിൻ്റെ മേളിൽ വേറെ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട്. അപ്പോൾ പോവാല്ലേ നമ്മുടെ എക്സ്പൾസായിട്ട്. നമ്മുടെ എക്സ്പൾസിൽ നമ്മൾ മോട്ടറെക്സ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതപ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ചാടിച്ചാടിയാണ് കയറിയത്. ഓക്കെ, സോ യെസ്, വി ആർ ഗോയിങ് ബാക്ക് ഹോം. നമ്മുടെ വണ്ടി കുറച്ച് എനിക്ക് ഹാഫ് ത്രോട്ടിൽ ക്വിക്ക് ത്രോട്ടിൽ വെച്ച് ഭയങ്കര രസമുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ആ ഒരു മിസ്സിങ്ങിൻ്റെ ഭാഗം കുറച്ച് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇവിടെ കുറച്ച് ത്രോട്ടിൽ കൊടുത്താൽ മതി, അപ്പോഴത്തേക്കും നമുക്ക് താഴെ നല്ല രീതിയിൽ ടേൺ ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഈ മിസ്സിങ്, ഇനീഷ്യലുള്ള മിസ്സിങ് നല്ല രീതിയിൽ കുറയുന്നുണ്ട്, നല്ല രീതിയിൽ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പ്രീലോഡ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഓയിൽ ഒഴിച്ചപ്പോഴത്തേക്കും ഇനീഷ്യൽ ഇമ്പ്രഷൻ ഞാൻ പറയാനുള്ള, പക്ഷേ എന്നാലും ഒന്ന് കൈ കൊടുക്കാം അല്ലേ. കണ്ടോ, ഫുൾ ത്രോട്ടിലായി ഞാൻ ഇത്രയും തിരിച്ചപ്പോൾ തന്നെ. ഓയിലിൻ്റെ വ്യത്യാസം നമുക്ക് ലോങ് ടേമിൽ അറിയാം. എപ്പോഴും ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നല്ലതായിരിക്കും, ഭയങ്കര സ്മൂത്തായിരിക്കും. പക്ഷേ ലോങ് റണ്ണിൽ എത്രത്തോളം അത് നിൽക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. എത്ര കിലോമീറ്റർ ഓടിയാൽ ഇതേ ഒരു പെർഫോമൻസ് കിട്ടുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. അത് നമുക്ക് ഒരു ലോങ് ടേം റിവ്യൂവിൽ ചെയ്യാം. ബട്ട് ഇപ്പോൾ ഒഴിച്ചിട്ട് കൊള്ളാം, ഇറ്റ്സ് സ്മൂത്ത് ആസ് എപ്പോഴും. ഓയിൽ മാറ്റി എപ്പോഴും വണ്ടി ഭയങ്കര സ്മൂത്തായിരിക്കും, ഭയങ്കര രസമായിരിക്കും. അപ്പോൾ നമ്മൾ 8233 കിലോമീറ്ററിലാണ് നമ്മൾ ഓയിൽ മാറിയത് കേട്ടോ വണ്ടിയുടെ. ചാടരുത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ താറ് കാണില്ല, അതേപോലെയാണ് ഞാനിപ്പോൾ ഡിഫൻഡർ കാണുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ബോണറ്റിൻ്റെ മുകളിൽ കാണാൻ പറ്റുമോ നോക്കാം. ഡിഫൻഡർ മാത്രം എത്തണല്ലോ കേട്ടോ, ബാക്കി എല്ലാ വണ്ടി എത്തുന്നുണ്ട്. ഡിഫൻഡറിൻ്റെ ഹൈറ്റിൽ മാത്രം എത്താൻ പറ്റുന്നില്ല. സോ യെസ്, അത്രേ ഉള്ളൂ. അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചെറിയൊരു വ്ളോഗ്, എന്തൊക്കെയാണ് വണ്ടി ഞാൻ ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി ഉള്ളൊരു വ്ളോഗായിരുന്നു. ചെറിയ മാറ്റങ്ങളാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല മാറ്റങ്ങളാണ്. കൊള്ളാം, സംഭവം ചെയ്തത് വേർത്തായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിളിക്കുന്നത്. സോ ഡോണ്ട് ഫൈറ്റ് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോയിൽ ബെല്ലൈക്കൻ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. ഇനി വണ്ടി വീലൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. ഫ്രണ്ട് വീലൊക്കെ പട്ടപ്പെട്ടേന്ന് നമുക്ക് പൊക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചേട്ടന് ഇൻഡിക്കേറ്റർ ഇട്ട് നന്നായി ചേട്ടാ. കാല് കുത്താൻ സമ്മതിക്കരുത്, കാല് കുത്തണ്ട, എനിക്ക് കുത്തണ്ട. അയ്യോ, കാല് കുത്തണം. എൻ്റെ പൊന്നേട്ടാ, ബ്ലോക്ക് ഉണ്ടാക്കാണ്ടൊന്ന് പോ. നോ കാല് കുത്തി. മറ്റേത് നൂറി ഫാമി റെക്കോർഡിങ് ആണോടാ? ആണോ, റെക്കോർഡിങ് ആണല്ലേ. മുമ്പൊക്കെ